ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്തിങ് ആണ്. എർത്തിനെ നമ്മൾ എപ്പോഴും ഒരു ചാർജ് ആക്സെപ്റ്റിംഗ് എൻറ്റിറ്റി ആയിട്ടാണ് ഫിസിക്സിൽ കണക്കാക്കുന്നത്. എർത്തിങ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കണക്റ്റിംഗ് നോൺ കറന്റ് ക്യാരിയിങ് പാർട്സ്, മെറ്റൽ ഫ്രെയിംസ് ഒക്കെ പോലെയുള്ള നോൺ കറന്റ് ക്യാരിയിങ് പാർട്സിനെ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. It ensures human safety and equipment protection as well. Main objectives of earthing നമുക്ക് നോക്കാം. ഒന്ന്, ഇലക്ട്രിക് ഷോക്ക് പ്രിവെന്റ് ചെയ്യുക. മറ്റൊന്ന്, ഫോൾട്ട് കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റ് പാത്ത് പ്രൊവൈഡ് ചെയ്യുക. വോൾട്ടേജ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഓവർ വോൾട്ടേജിൽ നിന്നും ലൈറ്റനിങ്ങിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. ഫയർ ഹസാർഡ്സ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് എർത്തിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് എർത്തിങ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്ലേറ്റ് എർത്തിങ് ആണ്. അതായത് നമ്മൾ കോപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ GI പ്ലേറ്റോ യൂസ് ചെയ്തിട്ടാണ്. അതിന് സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ആ സൈസ് നിങ്ങൾ പഠിച്ചു വെക്കണം. കോപ്പർ ആണെങ്കിൽ 600 × 600 × 3.18 മില്ലിമീറ്ററും, ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിൽ 600 × 600 × 6.35 mm സൈസിലുള്ള പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, അതുപോലെ തന്നെ തിക്നെസ്, ഇത് മൂന്നുമാണ് മെൻഷൻ ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ്. ഓക്കെ, ഈ ഒരു പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 3 മീറ്റർ ഡെപ്തില് ബറി ചെയ്യാണ് വിത്ത് ചാർക്കോൾ ആൻഡ് സോൾട്ട് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. ഓക്കെ, ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോംസിൽ അതുപോലെ സബ്സ്റ്റേഷൻസിലൊക്കെയാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് പൈപ്പ് എർത്തിങ്. പൈപ്പ് എർത്തിങ്ങിൽ നമ്മളൊരു GI പൈപ്പാണ് ബറി ചെയ്യുന്നത്. വെർട്ടിക്കലി GI പൈപ്പ് ഗ്രൗണ്ടിലേക്ക് ബറി ചെയ്യാണ് ചെയ്യുന്നത്. അതിനും സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. 38 mm ഡയ ഉള്ള 2 മീറ്റർ ലെങ്ത് GI പൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും സറൗണ്ടഡ് ബൈ സാൾട്ട് ആൻഡ് ചാർക്കോൾ ആയിരിക്കും. ഇതാണ് മോസ്റ്റ് കോമൺ മെത്തേഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടെ ഓർത്ത് വെക്കുക, പൈപ്പ് എർത്തിങ്. തേർഡ് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് റോഡ് എർത്തിങ്. റോഡ് എർത്തിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? കോപ്പർ അല്ലെങ്കിൽ GI റോഡ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് പഠിച്ചു വെക്കുക. 12.5 mm ഡയമീറ്ററും 2.4 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് ആണ് നമ്മൾ ബറി ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റൻസ് സോയിലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ റോഡ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഇതാണ് നമ്മൾ ടെലികോമിന്റെയും അതുപോലെ ടെമ്പററി സെറ്റപ്സിന്റെ ഒക്കെ കേസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്ട്രിപ്പ് അല്ലെങ്കിൽ വയർ എർത്തിങ് ആണ്. കോപ്പർ GI സ്ട്രിപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. മിനിമം 25 mm പിന്നെ 1.6 mm അതിന്റെ ഡയയും ലെങ്ത്തും ആണ് വരുന്നത്. ഹൊറിസോണ്ടലി എടുത്ത ട്രെഞ്ചസിലാണ്, ഹൊറിസോണ്ടലി എടുക്കുന്ന കുഴികളിലാണ് ഇത് ലേ ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്സ്റ്റേഷൻസിന്റെയും ട്രാൻസ്മിഷൻ ലൈൻസിന്റെയും കേസിലാണ്. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് IS അല്ലെങ്കിൽ IE റൂൾസ് ഫോർ എർത്തിങ്. നമ്മൾ IE റൂൾസ് ഫോർ വയറിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ എർത്തിങ്ങിന്റെ കേസിലുള്ള IE അല്ലെങ്കിൽ IS റൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. IE റൂൾ 32 അനുസരിച്ച് എല്ലാ മെറ്റാലിക് ഫ്രെയിംസും എർത്ത് ചെയ്യണം. IE റൂൾ 61 ആണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് വളരെ ലോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. IE റൂൾ 90 അനുസരിച്ച് ന്യൂട്രൽ മസ്റ്റ് ബി എർത്ത് ആൻഡ് IS 3043 അനുസരിച്ച് കോഡ് ഫോർ എർത്തിങ് പ്രാക്ടീസ് ആണ്. റെസിസ്റ്റൻസ് ലെസ് ദാൻ 1 ohm ആണ് പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പ്രോപ്പർ എർത്തിങ് ദ എർത്ത് വയർ ഷുഡ് നോട്ട് ബി ഓഫ് സൈസ് സ്മോളർ ദാൻ. ഓപ്ഷൻ A ആണ് 10 SWG കോപ്പർ. കോപ്പറിന്റെ ആണെങ്കിൽ 10 SWG ആണ്. GI ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കോപ്പർ ആയിരിക്കും അല്ലെങ്കിൽ GI ആയിരിക്കുമല്ലോ. അപ്പൊ GI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 8 SWG-നേക്കാളും താഴെ വരരുത് എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഇത് കോപ്പറിന്റെ ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് 10 SWG ഓപ്ഷൻ A വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IS കോഡ് ഫോർ പ്രാക്ടീസ് ഓഫ് എർത്തിങ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത IS റൂൾസിൽ ഉള്ളതാണ്. 3043 1987 ഈ റൂള് വന്നത്. അപ്പോൾ 3043 1987
IS കോഡ് ഫോർ പ്രാക്ടീസ് ഫോർ എർത്തിങ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ എർത്ത് റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളം വരികയാണെങ്കിൽ, വെള്ളത്തിന്റെ കണ്ടന്റ് വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കേസിൽ എർത്ത് റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മോയ്സ്ചർ കണ്ടന്റ് സോയിലിൽ ഉണ്ടെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് എർത്തിങ് ആണ്. എർത്തിങ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എർത്ത്. കറണ്ടിന് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്തിങ് ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റൻസ് പാത്ത് എന്നുള്ളത് എന്താണ്? ഓപ്ഷൻ തെറ്റാണ്. കംപ്ലീറ്റ്ലി ബ്ലോക്ക് ദ കറണ്ട് ടു എർത്ത് അല്ല. എന്തെങ്കിലും ഫോൾട്ട് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് വരുന്ന കറണ്ടിനെ എർത്തിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എർത്തിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താ പറയുക? ഓപ്ഷൻ സി, പ്രൊവൈഡ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് എർത്തിങ് ഇൻ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിൽ എർത്തിങ്ങിന്റെ പർപ്പസ് എന്താണെന്ന്? സീറോ പൊട്ടൻഷ്യലിലേക്ക് ബ്രിങ് ചെയ്യാനും, ഷോക്ക്, ഓപ്പറേറ്ററിന് ഷോക്ക് ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനെ എർത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് വരിക. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് റെസിസ്റ്റൻസ് ഓഫ് ഡൊമസ്റ്റിക് വയറിംഗ്. ഡൊമസ്റ്റിക് വയറിംഗിന്റെ കേസിൽ എർത്ത് റെസിസ്റ്റൻസ് എപ്പോഴും ലെസ് ദാൻ 5 ഓം ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. അപ്പോ ഇവിടുത്തെ ഓപ്ഷൻ വരിക ഓപ്ഷൻ എ, ലെസ് ദാൻ 5 ഓം ആണ്. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ, ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ലെസ് ദാൻ 1 ഓം ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് എർത്തിങ് ബൈ. എർത്തിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നതാണ്? നമ്മൾ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിലും പൈപ്പ് ആണ് യൂസ് ചെയ്യണമെങ്കിലും അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുക. കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ എർത്ത് റെസിസ്റ്റൻസ് ആണ് അല്ലെ, റോ എൽ ഡിവൈഡഡ് ബൈ എ ആണ്. എ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ലോ ആയിക്കൊണ്ടിരിക്കും. അതായത് പൈപ്പിന്റെയും പ്ലേറ്റിന്റെ ഒക്കെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ ലെസ് റെസിസ്റ്റൻസ് വരും, വിച്ച് മീൻസ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഓഫ് എർത്തിങ്. നെക്സ്റ്റ്, എർത്ത് പിറ്റിന്റെ ഡെപ്ത് കൂട്ടുക. എർത്ത് പിറ്റിന്റെ ഡെപ്ത് കൂട്ടുമ്പോഴാണ് കൂടുതൽ ഏരിയ ടച്ച് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പൈപ്പ് അല്ലെങ്കിൽ റോഡ് കൂടുതൽ ഏരിയ ടച്ച് ചെയ്യുന്നത് എർത്ത് പിറ്റിന്റെ ഡെപ്ത് നമ്മൾ കൂട്ടുമ്പോഴാണ് അല്ലെ. അപ്പോ അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എർത്തിങ്ങിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ പാരലൽ ഇലക്ട്രോഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. റോഡ് എർത്തിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു പാരലൽ റോഡ്സ് കൊടുക്കാം എന്നുള്ളത്. അപ്പൊ ഇത് മൂന്നും എഫിഷ്യൻസി ഓഫ് എർത്തിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആയതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റീസൺ ഫോർ ആഡിങ് ചാർക്കോൾ ഇൻ എർത്തിങ്. ചാർക്കോളും സോൾട്ടും എർത്തിങ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാനാണ്. മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാനാണ്. അബ്സോർബ്സ് മോയ്സ്ചർ എന്നുള്ള ഓപ്ഷൻ അല്ല. ഇൻക്രീസ് റെസിസ്റ്റൻസ് അല്ല. എന്തായാലും ഡിക്രീസ് റെസിസ്റ്റൻസ്, ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യുന്നത് വഴി കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ ഡി ആയിരുന്നു PSCയുടെ ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും വരിക. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി, ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറന്റ് റേഞ്ച് ദാറ്റ് ക്യാൻ കോസ് ലാക്ക് ഓഫ് മസ്കുലാർ കൺട്രോൾ ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് 10 to 60 മില്ലി ആംപിയർ ആണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് പോയിന്റ്സ് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മൊഡ്യൂളില്. അപ്പോ അത് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ്.
കോപ്പർ പ്ലേറ്റ് ആണ്. GI പ്ലേറ്റും ഉണ്ട്, കോപ്പർ പ്ലേറ്റ് ഉണ്ട്. കോപ്പർ പ്ലേറ്റിന്റെ എന്തായിരുന്നു 600 ഇൻറ്റു 600 ഇൻറ്റു 3.18 ആയിരുന്നു. ഇവിടെ 15 ആണ് ക്ലോസ് ആയിട്ടുള്ളത്, അതുകൊണ്ട് 3.15 mm എന്ന് വരും. മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്ലേറ്റ് എർത്തിങ്ങിന്റെ കേസിൽ കോപ്പർ പ്ലേറ്റിംഗ് നമ്മൾ പഠിച്ചപ്പോഴേ പറഞ്ഞു എന്താണ് അതിന്റെ സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 600 mm ഇൻറ്റു 600 mm ഇൻറ്റു 3.18 ആണ്. ഇവിടെ നിയർ ടു 3.18 3.15 mm ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, GI പൈപ്പ് ആയിരുന്നെങ്കിൽ വരുന്ന സൈസ് എന്ന് പറയുന്നത് 600 ഇൻറ്റു 600 ഇൻറ്റു 6.3 mm ആയ. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ കേസിൽ കോപ്പർ പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഓപ്ഷൻ സി വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാല്യൂ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ഇഫ് ദ ലെങ്ത് ഓഫ് എർത്ത് പൈപ്പ് ഈസ് ഇൻക്രീസ്ഡ്? എർത്ത് പൈപ്പിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ സി, ഡിക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ സിസ്റ്റം എർത്തിങ് ഇസ് ഡൺ? സിസ്റ്റം എർത്തിങ് എവിടെയാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷൻസിലാണ്. ഡൊമസ്റ്റിക് അതുപോലെ സ്മോൾ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എക്യുപ്മെന്റ് എർത്തിങ് ചെയ്യും. സിസ്റ്റം എർത്തിങ് നമ്മൾ ചെയ്യുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷൻസിലാണ് അല്ലെങ്കിൽ സബ് സ്റ്റേഷൻസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വയറിംഗ് ഇൻസ്റ്റാളേഷൻ the system earthing is to be done? അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്. ഇത് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് വേറൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്താണ്? ജനറേറ്റിംഗ് സ്റ്റേഷൻസും സബ് സ്റ്റേഷൻസും ആണ് നമ്മൾ സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. Now the last question is, what is the minimum size of copper plate? ഇതും എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലേറ്റ് എർത്തിങ്ങിലത്തെ കോപ്പർ പ്ലേറ്റിന്റെ ചോദിച്ചിരിക്കുന്നു. 600 mm ഇൻറ്റു 600 mm ഇൻറ്റു 3.15 mm ആണ് വരിക. ഓപ്ഷൻ എ. അപ്പൊ ഇത്രയാണ് നമുക്ക് എർത്തിങ്ങുമായി റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.